ഹലോ നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? ഞാനിപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാം ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുമായി വന്നത് എങ്ങനെയാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് കൂടി ഷെയർ ചെയ്യാനായിട്ടാണ്. ഞാൻ 2-3 രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഉപ്പുമാവ് ഞാനിതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാനാണ് വന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായ റവ ഒരു ചരുവത്തിൽ തട്ടിയിട്ട് കുറച്ച് ഉപ്പും ഇട്ട് ശകലം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നനച്ചെടുക്കാം. ഒരുപാട് കട്ട പിടിക്കാനും പാടില്ല, എന്നാൽ അത് നനയും വേണം. അത് നമ്മൾ നനച്ചെടുത്തിട്ട് അതൊരു പുട്ടുകുറ്റിയിലിട്ട് പുട്ട് പുഴുങ്ങി എടുക്കുക. പുട്ട് പുഴുങ്ങി എടുത്തത് നമ്മൾ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ രീതിയിലൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് അതിൻ്റെ കട്ടയൊക്കെ മാറ്റിയെടുക്കാം. പക്ഷേ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുഴുങ്ങിയെടുത്ത പുട്ട് നമ്മളൊന്ന് ആറിക്കഴിയുമ്പോൾ അത് നല്ലതുപോലെ പൊടിച്ച് വീണ്ടും നമ്മൾ റവയുടെ പരുവത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്റ്റേജായ പുട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ റവ കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുഴുങ്ങി വെച്ച പുട്ട് നമുക്കൊന്ന് ഉപ്പുമാവാക്കി എടുക്കണം. അതിന് നമ്മൾ ഉപ്പുമാവിന് ആവശ്യമായ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ക്യാരറ്റും പിന്നെ അധികം കപ്പലണ്ടിയൊക്കെ ഇടുന്നതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ഇടാറില്ല. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പാത്രം നമ്മളെടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ തട്ടി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുട്ട് നമ്മളെല്ലാം നല്ല പൊടിച്ച് നല്ല റവയുടെ ആ പരുവത്തിൽ തന്നെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ അത് വെന്തിരിക്കുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഇതിലോട്ടിട്ട് നല്ല ഉപ്പുമാവ് പരുവത്തിൽ മിക്സ് ചെയ്ത് എടുക്കുക. തീ ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് തീ വെക്കേണ്ട, ചിലപ്പോൾ അടുക്കി പിടിക്കും. അപ്പോൾ തീ കുറച്ചുകൊണ്ട് നമ്മളിങ്ങനെ മിക്സാക്കി എടുക്കുക. നല്ല സൂപ്പർ ഉപ്പുമാവാണ് കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. പിന്നെ ഞാൻ 2 രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റാണ്. ഇതുകൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അവരവരുടെ ഇഷ്ടത്തിന് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ രണ്ടാമത്തെ രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതുവരെ എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.